അപ്പൊ ഇതാണ് സാന്ദ്ര പി മനോജ്. കുറച്ചെങ്കിലും മലയാളികൾക്ക് അറിയണ്ടായിരിക്കും. ഇപ്പൊ ഈ പുള്ളിക്കാരത്ത് ഫേമസ് ആവാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഡച്ചുകാരൻ. അപ്പൊ നെതർലാൻഡ്സിൽ നിന്നുള്ളൊരു പയ്യനാണ്. അപ്പോ ഈ പയ്യനും ഈ സാന്ദ്രൻ ഉള്ള വീഡിയോസ് ഒക്കെ വൈറലായിട്ടാണ് പുള്ളിക്കാരത്ത് ഫേമസ് ആയത്. അപ്പോ അത് പെട്ടെന്നായിട്ട് കണ്ടിരിക്കും അവർ വീഡിയോസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കൾച്ചർ, രണ്ട് കൺട്രീസ് എന്നുള്ള ആൾക്കാരും, പിന്നെ ഈ പറഞ്ഞ സാന്ദ്രൻ എന്ന് പറയുന്നത് ഹൈറ്റ് കുറഞ്ഞ് ഇത്തിരി ഇരുണ്ട നിറവും, പിന്നെ ഈ പറഞ്ഞ പോലെ ഡച്ചുകാരൻ എന്ന് പറയുന്നത് നല്ല ഹൈറ്റിൽ വെളുത്തിട്ട്. അപ്പോ നല്ല വിസിബിൾ ചേഞ്ച് ഉണ്ട്. സോ കോൾഡ് ക്യൂട്ട് കപ്പിൾ ആണല്ലോ. അപ്പോ എല്ലാവരും പെട്ടെന്ന് കണ്ടിരിക്കും, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ഇപ്പൊ ഇവരെ പറ്റി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവരുടെ 1-2 ഷോർട്സ് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. അവര് വനിതാ മാഗസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്. അതില് ഈ സാന്ദ്ര ഉണ്ട്, പിന്നെ ആ ബോയ് ഫ്രണ്ട് ഡച്ചുകാരനുണ്ട്, പിന്നെ സാന്ദ്രയുടെ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു, സാന്ദ്രയുടെ പോലത്തെ ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ ഷോർട്ട് ക്ലിപ്സ് യൂട്യൂബിൽ ഓരോ ഷോർട്സ് കണ്ടു. അപ്പൊ അതില് ഒരു ഷോർട്സിൽ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാന്ദ്രയും ആ പുള്ളിക്കാരുടെ സിസ്റ്ററും പറയണത് അവര് കേരളം വിട്ടു പോകാനുള്ള പല കാര്യങ്ങളും ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ആൾക്കാരുടെ ഈ ക്രിട്ടിസൈസേഷൻ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള മാതിരി ജീവിതം ജീവിക്കാൻ പറ്റും കേരളത്തിന് പുറത്ത്. കേരളത്തിൽ അത് പറ്റില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്, പറഞ്ഞ മനസ്സിലായില്ലേ. അതിൽ ആ സാന്ദ്രയുടെ സിസ്റ്റർ പോലത്തെ സ്ത്രീ പറയണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കമന്റുകൾ വരും, ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടും, നമ്മുടെ കൾച്ചർ നോക്കണ്ടേ. അപ്പൊ പുള്ളിക്കാരി തന്നെ പറയേണ്ടത്, അതായത് യൂറോപ്പിൽ പിന്നെ ചുരിദാർ നടക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ മറ്റു സാന്ദ്ര പറയണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കേരളം വിട്ടു പോകാനുള്ള കാര്യങ്ങളിൽ ഉള്ള ഒരു കാര്യം ഇഷ്ടമുള്ള മാതിരി വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള മാതിരി ജീവിതം ജീവിക്കാനും, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ എനിക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളോട്, അതിൽ പുരുഷന്മാരുണ്ട് കേട്ടോ, അതായത് ഇങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്. ചിലവന്മാരും എനിക്കറിയാം, അതായത് കേരളം പൊട്ടിയാണ്, നാട് പൊട്ടിയാണ്, നാട്ടിൽ ഫ്രീഡം ഇല്ല എന്ന് പറഞ്ഞ് കേരളത്തെ അടച്ചാക്ഷേപിച്ച് വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി കേരളത്തിലുണ്ടെങ്കിലും നിങ്ങൾ പരമാവധി വേഗം കേരളം വിട്ട് പൊക്കും. എനിക്ക് പറയാനുള്ള കാര്യം അതാ, പറഞ്ഞ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി വേഗം കേരളം വിട്ട് പോവുക, അല്ലെങ്കിൽ പിന്നെ പോയിട്ട് നിങ്ങൾ വരാൻ നിൽക്കണ്ട. പറഞ്ഞ മനസ്സിലായി, ഞങ്ങൾക്ക് കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ കാര്യം തുടങ്ങുന്നത്. അതായത് ഇപ്പൊ ഞാൻ നല്ല കട്ട തടി വയ്ക്കും, ഇതിന് ഇത്ര തടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, കമ്മലിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ജീവിക്കണത് എനിക്കിഷ്ടമുള്ളമാരാണ് ജീവിതം ജീവിക്കണം ഈ കേരളത്തിൽ വന്നിട്ട്, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ നിയമത്തിന്റെ കീഴിൽ ചെയ്യാൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതായത് ലോ ആൻഡ് ഓർഡർ എപ്പോഴും നമ്മൾ നിയമം എപ്പോഴും പാലിക്കണം. നിയമത്തിന് വിപരീതമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. നിയമത്തിനുള്ളിൽ, ആ നിയമത്തിന്റെ ബൗണ്ടറിയുടെ ഉള്ളിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. അവിടെ തന്നെ സമൂഹമോ അല്ലെങ്കിൽ പറഞ്ഞ നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും എഫക്ട് ചെയ്യാറില്ല. അതിനെന്താ കാര്യം, മെന്റലി സ്ട്രോങ് ആയതുകൊണ്ടും. രണ്ടാമത്തെ കാര്യം, ആൾക്കാർക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ധരിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഉള്ള പോലത്തെ അവകാശം മാന്യമായിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാനും ആൾക്കാർക്ക് അവകാശമുണ്ടെന്ന് എനിക്കറിയാം. ആ അവകാശത്തിന് ഞാൻ മാനിക്കും, പറഞ്ഞ മനസ്സിലാവും. അതാണ് എന്റെ മെയിൻ കാര്യം. ഇപ്പൊ എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും എന്നെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും, എന്നെ അനുകൂലിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ എല്ലാവരും ഒരുപോലെ കാണാം, പറഞ്ഞ മനസ്സിലായില്ലേ. ഇപ്പൊ മാന്യമല്ലാത്ത വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാന്യമല്ലാത്ത മറുപടി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, പറഞ്ഞ മനസ്സിലായില്ലേ. അല്ലാണ്ട് ഇപ്പൊ ഞാനൊരു പബ്ലിക് ഡൊമൈനിൽ ഒരു വീഡിയോ ചെയ്യുമ്പോഴായാലും എൻ്റെ ഒരു ഫോട്ടോ ചെയ്യുമ്പോഴായാലും അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു വാശി എനിക്കില്ല. എന്റെ ഡ്രസ്സിംഗ് ആണെങ്കിലും എന്റെ സംസാര രീതി ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കമന്റ് തന്നെ എടുത്ത് നോക്കിയാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും, പല രീതിയിലുള്ള കമന്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള, മാന്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശം എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അതുപോലെ ക്രിട്ടിസൈസേഷൻ വളരെ നല്ലതാ ഒരു സൊസൈറ്റിയുടെ കെട്ടുറപ്പിന്. എപ്പോഴും നിങ്ങളത് ആലോചിക്കുക, ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങൾക്ക് എത്രയ്ക്കും ഈ പറഞ്ഞ പോലെ എന്ത് ഡ്രസ്സും ധരിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയത് എങ്ങനെയാ, ഇതുപോലുള്ള മെന്റാലിറ്റി കാരണ, എന്റെ പോലത്തെ മെന്റാലിറ്റി കാരണം. അല്ലാണ്ട് എന്തെങ്കിലും ഒരാൾക്ക് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അയ്യോ നാട് പൊട്ട ആൾക്കാർ അന്യന്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ് കിടന്ന് നിലവിളിച്ച് കേരളത്തെ അടച്ചാക്ഷേപിക്കുന്ന മെന്റാലിറ്റി അല്ല. അങ്ങനെയല്ല യൂറോപ്യൻസ്, ഇപ്പോഴത്തെ യൂറോപ്യൻസ് ആയത്. അവർ ഈ എവല്യൂഷൻ കിടന്നു വന്ന എങ്ങനെയാ, അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ധൈര്യം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിന്റെ നല്ലതുണ്ടെങ്കിൽ എടുത്ത് വേണ്ടാത്തൊരു ചെവിയോടെ കേട്ടൊരു ചെവിയോടെ കളയാനുള്ള ആ ഒരു കഴിവുകൊണ്ടാണ് ഇപ്പോഴത്തെ യൂറോപ്പ് ആയത്, പറഞ്ഞ മനസ്സിലായി. യൂറോപ്പിന്റെ വേറെ സൈഡ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതൊരു ഘടകം. ഒപ്പം തന്നെ ആൾക്കാർ ചിന്തിക്കുക, ഇവര് പറഞ്ഞു ഇഷ്ടമുള്ള മാതിരി വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള മാതിരി ജീവിതം ജീവിക്കാനും യൂറോപ്പിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പറ്റുന്നു. വെറുതെ ഇപ്പൊ നമ്മൾ അറബ് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ ഇത് പറഞ്ഞ പോലെ എക്സ്പോസിനുള്ള വസ്ത്രധാരണം ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ അവിടെ ഓടിപ്പിക്കും. വല്ല GCC രാജ്യങ്ങളിൽ ഈ അറബ് രാജ്യങ്ങൾ സമ്മതിക്കോ? ഇല്ല. യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരിടയ്ക്ക് ഇപ്പോഴും ഉണ്ട്, ട്രംപ് ജയിച്ച പിന്നെ ഭയങ്കര റേസസ് ആയിരുന്നു, എസ്പെഷ്യലി ഇന്ത്യൻസിനോട്. ഇപ്പോഴും ഉണ്ട് ഭയങ്കരമായിട്ട്. നമ്മൾ ഈ യൂട്യൂബിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലത്തെ മാധ്യമം എടുത്ത് കാണാൻ പറ്റില്ല. ഇന്റർനാഷണൽ ന്യൂസുകൾ നോക്കിയാലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കിയാൽ ശരിക്കും അറിയാൻ പറ്റും റേസസ് എത്ര രീതിക്കുണ്ടെന്ന്. ഞാൻ പച്ചയ്ക്ക് പറയാം, ഈ സാന്ദ്രയുടെയും അവരുടെ ബോയ് ഫ്രണ്ടിനും വീഡിയോ റൈറ്റ് വിങ്, അതായത് ഈ ട്വിറ്ററിൽ വലതുപക്ഷം ഇതിന്റെ സ്പോക്സ് പേഴ്സണിന്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇവരുടെ വീഡിയോ ഉണ്ട്. അവര് പറഞ്ഞത് അറിയോ, അതായത് ഈ കൺസർവേറ്റീവ്, അതായത് അമേരിക്കൻ റൈറ്റ് വിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ റൈറ്റ് വിങ്ങിന്
ഇന്ത്യൻസിനെ കണ്ടുകൂടാ. പറഞ്ഞ മനസ്സിലായി, അവര് ഇന്ത്യൻസിനെ ഗാർബേജ് എന്ന് വിളിക്കാം. അപ്പോ അവര് പറയണത് അവരുടെ ബ്ലഡ് ലൈനെ അല്ലെങ്കിൽ വെള്ളക്കാരില്ലാണ്ടാക്കാനായിട്ട് ഇന്ത്യൻസും ആഫ്രിക്കൻസും ഇവരുടെ അവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളും ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ ലവ് ജിഹാദ് പറഞ്ഞ പോലെ ഇവിടെ മറ്റേ മുസ്ലിംസ് ഹിന്ദുസിനെ എടുക്കുന്ന BJP പറയില്ലേ, അതുപോലെ അവിടെ വെള്ളക്കാരെ ഇന്റർ ബ്രീഡിങ്, അതായത് രണ്ട് കൾച്ചറിലുള്ള ആൾക്കാർ ബ്രീഡ് ചെയ്തിട്ട് അവർക്ക് അവിടെ അപ്പൊ ആ തലമുറ മാറിയുന്നത്. ഇപ്പൊ ഈ സാന്ദ്രയും അവരുടെ ബോയ് ഫ്രണ്ടും ഈ പറഞ്ഞ പോലെ അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുണ്ട നിറമുള്ള കുട്ടിയായിരിക്കും ഉണ്ടാവും ചാൻസ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് ഇവരുടെ അടക്കം വീഡിയോ വെച്ചിട്ട് ഇവർ കളിയാക്കിയിട്ട് അവിടുത്തെ റൈറ്റ് വിങ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായി? അതൊന്നും ഇവർ കാണില്ല. ഇവരെ വെൽക്കമിങ് ആയിട്ട് തോന്നിക്കുന്ന വെച്ചാൽ എല്ലാ നാട്ടിലും 2-3 തരം ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും ഇപ്പൊ നോക്കി നോക്കിയാൽ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ താടിയും കമ്മൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അതിന് വിമർശിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. പറഞ്ഞ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും 2 തരം ആൾക്കാരുണ്ട്. പിന്നെ ചില രാജ്യങ്ങളിൽ ചില ആൾക്കാരെ എപ്പോഴും റിയാക്ട് ചെയ്തൊന്നും വരില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ മലയാളികൾക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഒരു കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു ഇതുവരെ ഇതിൽ കൂടുതലാണ്. അതിൽ കുറ്റവും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു അതിൻ്റെതായി ഗുണമുണ്ട്. ഇപ്പൊ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് എനിക്കറിയണ ഒരു വ്യക്തി 10-50 വയസ്സോളം ഉണ്ട്. പുള്ളിക്കാരെ പണ്ട് ഈ വിദേശത്ത് പോയി സെറ്റിൽ ആയിക്കണതാ. രാജ്യം എനിക്കോണെ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക എന്ന് തോന്നുന്നു. അപ്പൊ അവിടെ പുള്ളിക്കാരൻ പറയണത് ആളിപ്പോ അതിൽ ഖേദിക്കുന്നു എന്ന് പറയണം. നല്ല പൈസ ഉണ്ടാക്കി നല്ല സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ ആളുടെ കുടുംബജീവിതം പോയി എന്ന് പറയണം. കാരണം ആള് അവിടെ പോയി അത്യാവശ്യം പൈസ കുറച്ച് കഴിഞ്ഞപ്പോ ആൾ ഇത്തിരിയും ഓൾഡായി വന്നതോടുകൂടി ഭാര്യ ഇട്ടിട്ട് പോയി. ഭാര്യ വേറെ ആളുടെ ഒളിച്ചോട്ടില്ല, അല്ലാണ്ട് പോയി. പിന്നെ മോള്, അതായത് ആൾക്കൊരു മോളുണ്ട്. മോള് ഒരു കാര്യം ആള് പറഞ്ഞു കേൾക്കില്ല. അതായത് 16-17 വയസ്സ്, അതായത് 18 പോലും ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ തോന്നിയ ആണുങ്ങളൊപ്പം പോവാ. അപ്പോ ആള് പറയുന്നത് അവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ പിള്ളേരെ ഒന്നും നമുക്ക് ശാസിക്കാനോ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വിട്ട് അവിടെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഭയങ്കര എന്താ പറയാ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ വളരെ പ്രൊട്ടക്ഷൻ കൂടുതലാണ്. പറഞ്ഞ മനസ്സിലായ ഈ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അവരെന്ത് തോന്നിവാസം ചെയ്താലും അപ്പൊ ആള് പറയുന്നത് കേരളത്തിൽ തന്നെ വളർത്തിയാൽ മതിയായിരുന്നു പിള്ളേരെന്നാണ് ആള് പറയുന്നത്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ അവരുടെ പിള്ളേരുള്ള എസ്പെഷ്യലി അറബ് രാജ്യങ്ങളുള്ള ആൾക്കാർ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ പിള്ളേരെ നാട്ടിലേക്ക് വിടും. ഇപ്പൊ അത്രയ്ക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ട് ആൾക്കാർക്ക്. നിങ്ങളുടെ അടുത്ത് നോക്കി കാണാൻ പറ്റും. ഇപ്പൊ എന്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതായത് അവര് ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിയുമ്പോൾ അവര് നാട്ടിലേക്ക് പഠിപ്പിക്കാൻ, അതായത് ജീവിതം പഠിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വിടും. അതായത് കേരളത്തേക്ക്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളല്ല കേരളത്തേക്ക് വിടും. അപ്പൊ അതെന്തുകൊണ്ടാ? അത് ഇവിടുത്തെ ഈ ക്രിട്ടിസൈസേഷനും അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ ഈ ഒരു മെന്റാലിറ്റി അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതായത് എല്ലാ കാര്യത്തിനും ഇപ്പോ യൂറോപ്പിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഇല്ല എന്നല്ല, അതുപോലെ ഇവിടെയും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പൊ ശരിക്കും ഈ സാന്ദ്രയുടെ പോലത്തെ വ്യക്തികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും അതായത് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ കേരളത്തിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഒരു ദുർബലന്മാരാണ്. എനിക്ക് തന്നെ അറിയാം ഒരുപാട് സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ളമാര് കേരളത്തിൽ അടിച്ചുപൊളി ജീവിക്കുന്നത്. വലിയ പൈസ ഒന്നും വേണമെന്നില്ല. ഇനി പറഞ്ഞ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാ? മെന്റലി സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത്തും ഒപ്പം മറ്റുള്ളവർ ക്രിട്ടിസൈസേഷൻ ആവശ്യമുള്ളത് കേട്ട് അനാവശ്യമായത് വേണ്ടാത്തതൊക്കെ കളയാനും ഒപ്പം തിരിച്ചു പറയാനുള്ള ആ ഒരു തന്റെ ഇടം, ആ ഒരു ധൈര്യമാണ് മലയാളികൾക്ക് വേണ്ടത്. അതുള്ളവർക്ക് ഒരു കുഴപ്പമില്ല കേരളത്തിൽ ജീവിക്കാൻ. അത്യാവശ്യം നല്ല കരുത്തും തന്റെ ഇടമൊക്കെ ഉണ്ടെങ്കിൽ കേരളത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല. അതിന് പ്രത്യേക സുഖ. അത് ഈ പറഞ്ഞ പോലെ ദുർബലന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കേരളത്തിന് അതിൻ്റെതായ കുഴപ്പമുണ്ടില്ല എന്നല്ല, 100% പെർഫെക്റ്റ് ഞാൻ പറയില്ല. ഇപ്പൊ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളം അടിപൊളിയാണെങ്കിലും ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും ഡെവലപ്ഡോ അല്ലെങ്കിൽ അത്രയ്ക്കും ആൾക്കാരുടെ മെന്റാലിറ്റി ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അപ്പോഴും അത് പറയും. പക്ഷെ എന്നാലും കേരളത്തിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അത്രയ്ക്കും അടച്ചാക്ഷേപിക്കേണ്ട ഒരു സംസ്ഥാനമോ ഒരു നാടോ അല്ല കേരളം. കേരളത്തിൽ അതിൻ്റെതായ കേരള തനിമയുണ്ട്. അത് മനസ്സിലാണ്. ഇപ്പൊ നിങ്ങൾ പോയിട്ട് അറബ് രാജ്യത്ത് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊരു കൾച്ചർ ചെയ്താൽ അവർക്ക് ഇഷ്ടമാവും. അല്ലെങ്കിൽ യൂറോപ്പിൽ പോയിട്ട് നിങ്ങൾ ഇപ്പൊ ഒരടിക്കണ്ടേ കാനഡയിൽ കുറെ ഹിന്ദുസ് ഒക്കെ പോയിട്ട് അവിടെ മറ്റേ പുഴയില് ഇവരുടെ ഓരോ ആചാരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കുറെ പഞ്ചാബികൾ പോയിട്ട് അവിടെ റോഡിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക. അപ്പോ നിങ്ങൾ ഈ സാന്ദ്രയൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഈ രാജ്യങ്ങളിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നു. വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, അവരുടെ കൾച്ചറിന് യോജിച്ച കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്കൊരു കൾച്ചർ ഉണ്ടോ? അതുപോലെ തന്നെ കേരളത്തിൽ നിൽക്കുമ്പോഴും ഇവിടെ ചില കൾച്ചറുകളുണ്ട്, അതിനോട് യോജിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിയമത്തിന് കീഴിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ അവിടെയും നിങ്ങൾ ഇഷ്ടം പോലെ വീഡിയോസിൽ കാനഡയിലും മറ്റേ UK നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ജർമ്മനിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഇന്ത്യൻസിനെതിരെ അവിടുത്തെ ഫോറിനേഴ്സ്, അതായത് അവിടുത്തെ വെള്ളക്കാർ വന്നിട്ട് ഇതിവിടെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. അപ്പോൾ ഇതൊക്കെ കാണുക ആൾക്കാർ ഇതുപോലെ ഓരോ ഇന്റർവ്യൂവിൽ വന്നിരുന്ന കുറെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഓരോന്ന് പറയുന്നത് നിങ്ങൾ അത് വിശ്വസിക്കരുത്. കേരളം അത്ര മോശം സ്ഥലമൊന്നുമല്ല. ഓഫ് കോഴ്സ് പോരായ്മകളുണ്ട്, പക്ഷെ അത്ര വലിയ എന്താ പറയാ. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, അതായത് ഈ ഡച്ചുകാരന്റെ വീട്ടുകാര് ഇവളെ അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ട് ഈ സാന്ദ്രനെ.
പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പെൺകുട്ടിനോ ആൺകുട്ടിനോ വല്ല ബംഗാളികൾക്ക് കെട്ടിച്ചു കൊടുക്കോ, അല്ലെങ്കിൽ ഒപ്പം വിടോ? അല്ല, ഞാൻ ആരും കളിയാക്കണതല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, വിദേശത്തൊക്കെ എല്ലാവരും അല്ലെങ്കിലും ഇപ്പൊ നമ്മളായാലും എല്ലാവരും ഇങ്ങനെ എല്ലാ ആൾക്കാരും ഒരുപോലെ. ഇപ്പൊ ഞാൻ ബംഗാളികളെ ഇങ്ങനെ താഴ്ത്തി കാണുന്ന വ്യക്തിയല്ല, പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളില് ഇന്ത്യൻസിനെ അവിടെ നമ്മളെങ്ങനെയാണ് ചില ആൾക്കാർ ബംഗാളികൾ കാണണേ, അതുപോലെയാണ് അവിടുന്ന് ചില ആൾക്കാർ ഇന്ത്യൻസിനെ കാണണേ. ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു നല്ല ഇപ്പൊ നിങ്ങൾ സോക്കോൾഡ് കുടുംബത്തിൽ പറഞ്ഞൊരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടീനെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വല്ല മറ്റേ ഈ ബീഹാറിക്ക അല്ലെങ്കിൽ വല്ല ഗുജറാത്തിക്ക കെട്ടിച്ചു കൊടുക്കൂ? അത് ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ എല്ലാം പ്രോസസ് ചെയ്യണമെന്ന് പറഞ്ഞ മനസ്സിലായ? അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ മനസ്ഥിതി എന്നൊക്കെ പറയും. അതിലൊന്നും ഒന്നുമില്ല, പറഞ്ഞ മനസ്സിലായില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ ആൾക്കാർ, പിന്നെ ഇവരുടെ കാര്യം തന്നെ ഈ പറഞ്ഞ പോലെ എത്ര നാൾ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ പേഴ്സണൽ അഭിപ്രായത്തില് അവൻ ഈ പറഞ്ഞ പോലെ വലിയ പ്രായമില്ല, 24-25 വയസ്സുള്ളൂ ഇവർ രണ്ടുപേർക്കും. പുള്ളിക്കാരത്തി മൂത്താന്ന് തോന്നുന്നു. അപ്പൊ ഇവരൊന്നും എത്ര നാളിങ്ങനെ പോകുന്നു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ അഭിപ്രായത്തിൽ 5 വർഷം പോയ ഭാഗ്യം, പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ എന്ന് പറഞ്ഞ പ്രായത്തിന് തളപ്പിൽ ചെയ്യണ പോലെ അല്ല ജീവിതം അങ്ങോട്ട് ഉണ്ടാവുക. പിന്നെ ചിലപ്പോൾ അവർ നിൽക്കുമായിരിക്കും, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ അപ്പോഴും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ അവകാശം ഉണ്ട് മാന്യമായിട്ട്, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ആൾക്കാർ ഓരോ ഇന്റർവ്യൂ കാണുമ്പോഴേക്കും അപ്പോഴേക്കും കേരളം മോശമാണെന്ന് കുറെ കമന്റ് ചെയ്ത്, അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വെറുതെ സെഡായിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പറഞ്ഞ മനസ്സിലായി? ഇതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ്. തന്റെ ഇടവും സാമർത്ഥ്യം ഉണ്ടെങ്കിൽ കേരളം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല.